ഹലോ ഗൈസ്, വെൽക്കം ടു ട്രിപ്പിൾ എക്സ് ഫാമിലി. അപ്പോൾ ഇന്നൊരു ഈവനിങ് വൈബ് ബ്ലോഗാണ് കേട്ടോ. അപ്പോൾ പഴംപൊരി പൊരിച്ചുകൊണ്ട് തന്നെ ആകാം ഇന്നത്തെ തുടക്കം. അപ്പോൾ ഈവനിങ് ഞങ്ങൾ ഒരു ചെറിയൊരു സ്നാക്ക് പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ അതേ ചായയും വെച്ചിട്ടുണ്ട് കൂടെ. അപ്പോൾ പഴംപൊരി പെട്ടെന്ന് റെഡിയായി. ജസ്റ്റ് ഒരു 2 പഴം വെച്ചിട്ട് ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ. ഇതേപോലെ മുരിഞ്ഞ് കിട്ടുന്നതാണ് കേട്ടോ എനിക്കിഷ്ടമുള്ളത്. അപ്പം ഞങ്ങൾ പഴംപൊരി ഉണ്ടാക്കി. ബാക്കി നമുക്കിങ്ങനെ മാവ് വരുമല്ലോ, പഴംപൊരി മുക്കി പൊരിക്കുന്നു. ആ മാവ് വെച്ചിട്ട് ഞാൻ ഈ റൗണ്ടിൽ ഇങ്ങനെ അത് വെച്ച് വെറുതെ പൊരിച്ചെടുക്കാറുണ്ട്. കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണ്, വെറുതെ ഇഷ്ടമുള്ളവർ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ നല്ലൊരു കട്ടൻ ചായയും ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഈവനിങ് സ്നാക്ക് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഈവനിങ് സ്നാക്ക് കഴിക്കാനായിട്ട് ഞങ്ങൾ ഇരുന്നു. മോനും കൂടെ സ്കൂളൊക്കെ അടച്ച് എക്സാമൊക്കെ കഴിഞ്ഞ് നേരത്തെ കഴിഞ്ഞതുകൊണ്ട് എല്ലാവരും ഫ്രീ ആണ്. അപ്പം നമ്മൾ സ്നാക്കൊക്കെ കഴിച്ച് ടി വിയൊക്കെ കണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ്, എപ്പോഴും അങ്ങനെ തന്നെയാണ്, എന്തെങ്കിലും ഈവനിങ് സ്നാക്ക് വീട്ടിൽ നിൽക്കുന്ന സമയത്തൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. കാരണം നമ്മൾ പ്രോഗ്രാംസോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ സമയങ്ങളിൽ നമുക്ക് വീട്ടിലത്തെ ഫുഡ് നമുക്ക് ഭയങ്കര മിസ്സിങ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ മാക്സിമം ഉണ്ടാക്കാറുണ്ട്. അപ്പം അതിനുശേഷം നമ്മൾ നോക്കിയപ്പോൾ ബാക്കിൽ നമ്മുടെ ചാമ്പയിൽ നിറയെ പനിനീർ ചാമ്പയ്ക്കയും പിന്നെ ചെറിയ ചാമ്പയ്ക്ക മരത്തിലും ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് നിങ്ങൾ കാണിച്ചു തരാം. ഇതാണ്, കുറേ അധികം ഉണ്ട്. കുറച്ച് ദിവസങ്ങൾ കൂടെ കഴിഞ്ഞാലാട്ടോ അതിൻ്റെ കറക്റ്റ് വലിപ്പത്തിൽ എത്തുകയുള്ളൂ. ഇപ്പോൾ ഇത് നമുക്ക് പറിക്കാൻ വിളവെടുക്കാനുള്ള ഒരു കാലമായിട്ടില്ല. കുറച്ചൊരു 5 ദിവസം കൂടെ കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് കുറച്ചുകൂടെ കളറും വരും, അത് പറിച്ചെടുക്കാനുള്ളൊരു ടൈം ആവുക കേട്ടോ. പക്ഷേ ഇതിങ്ങനെ കൊലകൊലയായി നിൽക്കുന്നത് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അതിൻ്റെ ആ ഒരു പച്ചപ്പും കാര്യങ്ങളും ഒക്കെ നമുക്ക് അത് ഭയങ്കര ടേസ്റ്റിയും കേട്ടോ, നല്ല മധുരമുള്ളതാണ്. പിന്നെ അതിൻ്റെ അടുത്ത് ചേർന്നിട്ടൊരു ചെറിയ കുഞ്ഞി ചാമ്പയ്ക്ക മരമുണ്ട്, നോർമൽ ചാമ്പയ്ക്ക. അതിലാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ കൊലകൊലയായിട്ട് ഉണ്ടായി നിൽക്കുന്നുണ്ട്. ബാക്കിയൊക്കെ ചെറുതായിട്ട് കുരുകുരുവായി വന്നിട്ടേ ഉള്ളൂ കേട്ടോ. പാകത്തിന് അതിനെയൊക്കെ നമ്മൾ നോക്കിയിട്ട് ഇങ്ങോട്ട് വന്നേ. പിന്നെ ഈവനിങ് ആയപ്പോൾ തന്നെ ചൂടിൻ്റെ ഒരു കുറഞ്ഞ് താഴ്ന്നു നിൽക്കുന്ന സമയത്ത് ഞാൻ ചെടിയൊക്കെ ഒന്ന് നനച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എല്ലാം ഒരു ദിവസം നനച്ചില്ലെങ്കിൽ തന്നെ അതെല്ലാം വാടി തലകുനിച്ച് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ മാക്സിമം എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നനച്ചു കൊടുക്കാറുണ്ട് കേട്ടോ, നമ്മൾ വീട്ടിലുള്ള സമയത്ത്. അപ്പോൾ ഞാൻ എല്ലാത്തിനെയും ഒന്ന് നനച്ച് കൊടുക്കുക. അപ്പോൾ അവർക്കൊരാശ്വാസം കിട്ടുമല്ലോ. നമ്മൾ ഈവനിങ് ചായ കുടിക്കുന്ന പോലെയല്ലേ, അതിന് ആ വെള്ളം കിട്ടുമ്പോൾ ഭയങ്കര ആശ്വാസം കിട്ടില്ലേ. അപ്പോൾ അങ്ങനെ അത് നനച്ച് കൊടുത്തു. പിന്നെ ഇലകളിലേക്കൊക്കെ ആ വെള്ളം വീഴുമ്പോഴും അതിൻ്റെ ഒരു ഫ്രഷ്നെസ് കാണാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ പച്ച ഷീറ്റ് ഇട്ടേക്കണത് കൊണ്ട് തന്നെ ചെടികൾക്ക്, ആ ഭാഗത്തുള്ള ചെടികൾക്ക് ഒരു ഉഷാറ് കിട്ടും കേട്ടോ. കാര്യം വെച്ചാൽ അല്ലെങ്കിൽ ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുമ്പോഴത്തേക്കും അത് ഭയങ്കരമായിട്ട് വാടിയിട്ടുണ്ടാവും. പ്രത്യേകിച്ച് ഈ ബഗോണിയ പോലെയുള്ള ചെടികളൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ ഒരുപാട് വെള്ളം ആവശ്യമുള്ളതാണല്ലോ. അപ്പോൾ വെള്ളം തീരെ കിട്ടാതിരിക്കുമ്പോഴും സൺലൈറ്റ് ഡയറക്റ്റ് അടിക്കുമ്പോഴും അതൊക്കെ ഈവനിങ് ആകുമ്പോഴത്തേക്കും തല കുനിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഭയങ്കര ഒരു ഉപകാരം തന്നെയാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം വെള്ളം ഒഴിക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ വേറെ കുറേ ചെടികളിലൊക്കെ ഞാൻ ഇങ്ങനെ പ്ലാസ്റ്റിക് കുപ്പിയിൽ, അത് ചേട്ടനാക്കി തന്നത് കേട്ടോ, പ്ലാസ്റ്റിക് കുപ്പിയിൽ ചെറിയ ഹോളിട്ടിട്ട് അതിലേക്ക് നമ്മൾ കോട്ടൺ തുണി വെച്ച് കൊടുത്തിട്ട് ഒരു നനവ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ അതിലേക്ക് ഈ പറഞ്ഞ ചകിരിച്ചോറും കൂടെ ഒക്കെ ഇട്ട് കൊടുത്തേക്കണത് കാരണം ഈ വെള്ളം കൂടെ ചെല്ലുമ്പോൾ കുറച്ച് ദിവസം നനവോടെ നിൽക്കും. അപ്പോൾ ഞാൻ ചെടി നനച്ചുകൊണ്ട് നിന്നപ്പോഴായിരുന്നു കേട്ടോ ഫ്രണ്ടിലെ വീട്ടിലെ പ്രിഗിമ, എൻ്റെ ഫ്രണ്ടാണ് ആ കുട്ടി വിളിച്ചത്. അവിടെ ഒരു കുഞ്ഞുവാവ് വന്നിട്ടുണ്ട്. എൻ്റെ വേറൊരു ചെറിയ ഷോർട്സിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവണം. ആ സമയത്ത് കുട്ടി പ്രഗ്നൻ്റ് ആയിരുന്നു. ഇതിപ്പോൾ ഒരു കുഞ്ഞുവാവയ്ക്ക് ഒരു 90 days ഒക്കെ ആവുന്നേ ഉള്ളൂ. അപ്പോൾ കുഞ്ഞുവാവയും കൊണ്ട് അവർ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ എന്നെ വിളിക്കുകയായിരുന്നു അവിടെ നിന്നിട്ട്. ഡെയിലി ഞങ്ങൾ മീറ്റ് ചെയ്യാറുണ്ട്. ഇതാണ് ആ കുട്ടി, ഒരു കുഞ്ഞുവാവ കുട്ടനാണ്, ഒരു മുട്ടക്കുട്ടനാണ് കേട്ടോ. അപ്പോൾ ഇവന് പേരിട്ടിട്ടില്ല, കറക്റ്റായിട്ടുള്ള പേര് അവർ ധ്യാൻ എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ അവൻ എല്ലാ ദിവസവും എന്നെ കാണുന്നത് കൊണ്ട് അവന് ചിരി വരുന്നത് കേട്ടോ കാണുന്നത്. കണ്ടോ, ജസ്റ്റ് 90 days ആവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ്. അപ്പോൾ എൻ്റെ കയ്യിലേക്ക് വന്നു. അപ്പോൾ തന്നെ അവനിങ്ങനെ ഈവനിങ് ഇങ്ങനെ നടക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ അങ്ങനെ തന്നെയാണല്ലോ, അവർക്ക് പുറത്തിറങ്ങി ഇങ്ങനെ തല ശരിക്കും ഉറച്ചിട്ടില്ല, പക്ഷേ എങ്കിലും അവൻ വലിയ കാര്യത്തിൽ ഇങ്ങനെ നോക്കി ഇരുന്ന്. ഇതവൻ്റെ ഏട്ടനാണ് കേട്ടോ, ദിശാൻ. അപ്പോഴാണ് ഇപ്പം നമ്മുടെ ഭാഗത്തൊക്കെ നിറയെ അപ്പൂപ്പൻ താടികൾ ഉണ്ടായി നിൽക്കുന്നുണ്ട്, മുറ്റത്തൊക്കെ നിറയെ അപ്പൂപ്പൻ താടികളാണ്. അപ്പം അത് വെറുതെ ഇങ്ങനെ ഊതി കൊടുത്തതാണ് കേട്ടോ.
പിന്നെ അത് അന്ന് ഞാൻ നട്ടിരുന്ന കുറേ വിത്തുകളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ മുളച്ച് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് പയർ, ചെറിയ ചുവന്ന ചീര, അതിനിടയിൽ പുല്ലും കൂടെ മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി പുല്ലൊക്കെ പറിച്ച് കളയണം. അങ്ങനെ ചീരയും പയറുമാണ് മെയിനായിട്ട് കുറേ അധികം വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ അതാണ് കാണുന്നത്. ഞാൻ അതെല്ലാം ഒന്ന് നനച്ച് കൊടുത്തു. ഉണ്ടായി വരുന്നേ ഉള്ളൂ, കുറച്ച് ഭാഗങ്ങളിലൊക്കെ ഉണ്ടാക്കി വരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതും കൂടെ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നനച്ച് കൊടുക്കാറുണ്ട്. അതാണിപ്പോൾ കാണുന്നത്. അവിടെയും ഞാൻ കുറേ വിത്തുകളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ചിലത് വരും, ചിലത് വരില്ല, അങ്ങനെ. അപ്പോൾ എന്നാലും നമ്മൾ വരുന്നത് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും സദ്യ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കൈയും കാലമൊക്കെ കഴുകി അപ്പോൾ വിളക്കൊക്കെ വെച്ച് ചേട്ടൻ അവിടെ മുറ്റത്ത് നനച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഇന്നത്തെ ദിവസം നമ്മുടെ വീടിൻ്റെ അവിടെയുള്ള വെനസ്ഡേ ചന്തയുണ്ട് കേട്ടോ, മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നൈറ്റായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിറയെ ഐറ്റംസ് ഉണ്ടാവും. പിന്നെ റേറ്റും വളരെ കുറവാണ് കേട്ടോ, ഭയങ്കര ചീപ്പ് റേറ്റാണ്. അപ്പോൾ കുറച്ച് ഈവനിങ് നൈറ്റ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് വിളക്കൊക്കെ വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കും ഇവർ രണ്ടുപേരും കൂടെ അവന് ഫ്രണ്ട്സുമായിട്ട് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ ഈ ബുക്കിംഗ് ചെയ്യുന്നത്. അപ്പോൾ നാളെ എന്തോ ആണ് അടുത്ത റിലീസ് ഡേറ്റിൽ പോകാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ കുറേ മാങ്ങകൾ ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഷോർട്സിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ നിന്ന് ഉണക്കി, പിന്നെ അത് അവിടെ വന്നിട്ട് കുറച്ച് ഉണക്കി. അപ്പോൾ അത് അച്ചാറങ്ങ് ഇട്ടേക്കാമെന്ന് വിചാരിച്ചു. സാധാരണ അച്ചാർ പൊടിയും പിന്നെ ഉലുവപ്പൊടി, കായപ്പൊടി, മുളക് പൊടി ഇതെല്ലാം ഇട്ട് നല്ലെണ്ണയിൽ സാധാരണ ഇടുന്ന പോലെ ഒരു അച്ചാർ തന്നെയായിട്ട് ഇടുന്നത്. സാധാരണ ഇതിൽ കുറച്ച് ശർക്കരയും കൂടെ ചേർക്കാറുണ്ട്. ഇതങ്ങനെയല്ല, കുറച്ച് വിനാഗിരി ഇട്ടെടുക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പോഴത്തേക്കും എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ചേട്ടനും കൂടെ വന്നു കേട്ടോ. അച്ചാറിടാൻ നേരത്തെ എപ്പോഴും ഞങ്ങൾ രണ്ടുപേരും കൂടെ തന്നെ കേട്ടോ ചെയ്യുന്നത്. ഒന്നെങ്കിൽ ഇളക്കി തരുക, അല്ലെങ്കിൽ പൊടിയിടുക, എന്തെങ്കിലുമൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്ത് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ചേട്ടനും കൂടെ വന്നു. പ്രത്യേകിച്ച് കുറച്ച് കൂടുതൽ മറ്റേ ഈ മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഇട്ടാൽ ഒറ്റയ്ക്ക് തന്നെ ഇട്ടാൽ തീരൂല. അപ്പോൾ അതുകൊണ്ട് എടുത്തിടാനും ഒക്കെ ആയിട്ട് ചേട്ടനും കൂടെ വന്നു. പിന്നെ ഇതാ കായപ്പൊടിയും കൂടെ ഞാൻ മിക്സ് ചെയ്തു കേട്ടോ. കായം പിന്നെ പൊടി ആയിട്ടുള്ളത് തന്നെ ഉണ്ടായിരുന്നതുകൊണ്ട് അത് തന്നെ ഡയറക്റ്റ് അങ്ങനെ മിക്സ് ചെയ്തു. അച്ചാറിൽ കായപ്പൊടി ഉലുവപ്പൊടിയും കുറച്ച് കൂടുതൽ ഇട്ടാലാണല്ലോ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അത് പിന്നെ ഇത് ശർക്കര ഇട്ടിടുന്ന ഒരു അച്ചാറല്ല കേട്ടോ. ഞാൻ സാധാരണ മാങ്ങ വാട്ടിയിട്ട് ശർക്കര ഇട്ടാണ് അച്ചാറിടാറ്. അങ്ങനെയല്ല, ഇത് ഞാൻ വിനാഗിരി ചേർത്തിട്ട് കുറച്ച് നാൾ ഇരുന്നോട്ടെ എന്നുള്ള രീതിയിൽ അങ്ങനെയുള്ളൊരു അച്ചാറാണ് കേട്ടോ ഇടുന്നത്. അപ്പം ഈ പച്ചമണം മാറുന്ന വരെ എണ്ണയിലേക്ക് പൊടികളൊക്കെ ഇട്ട് നന്നായിട്ട് വാട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ മാങ്ങ അതിലേക്ക് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ചായിട്ട് ആഡ് ചെയ്ത് ഇളക്കി കൊടുത്താൽ എല്ലായിടത്തും മിക്സ് ആവുള്ളൂ. പ്രത്യേകിച്ച് ഇത് വെള്ളമില്ലല്ലോ, ഉണങ്ങിയ മാങ്ങയല്ലേ. അപ്പോൾ കുറച്ച് നന്നായിട്ട് ഇളക്കി കൊടുത്താലാണ് അതിൻ്റെ എല്ലാ ഭാഗത്തേക്കും പിടിച്ച് കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ഒരു വർഷത്തിന് മേലെയൊക്കെ ഇരിക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി തന്നെയാണ് നമ്മൾ വിനാഗിരിയും കൂടെ ചേർത്തിടുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടും. പിന്നെ ഞാൻ ഇളക്കാൻ തുടങ്ങി, ചേട്ടൻ എനിക്ക് ഇട്ട് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു നല്ലൊരു അച്ചാറിട്ടു. കുറേ മാങ്ങ കിട്ടിയേക്കണത് കാരണം തന്നെ നമ്മൾ പലതരത്തിലുള്ള അച്ചാറുകൾ ഇങ്ങനെ ഇട്ട് വെക്കാറുണ്ട് കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് ഞാനൊരു അച്ചാർ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അച്ചാർ. അപ്പോൾ അവരൊന്നും അധികം അങ്ങനെ കഴിക്കുകയൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് തൊട്ട് കൂട്ടുന്നല്ലാതെ. പക്ഷേ ഞാൻ ചിലപ്പോൾ കറി പോലെയൊക്കെ എടുത്ത് കഴിക്കാറുണ്ട്. ശരീരത്തിന് കേട് തന്നെയാണ്, പക്ഷേ എങ്കിലും അച്ചാർ ഭയങ്കര ഇഷ്ടമാണ്. പല വെറൈറ്റിയൊക്കെ ഞാൻ ട്രൈ ചെയ്യാറുണ്ട്. യൂട്യൂബിൽ നോക്കി തന്നെ മാക്സിമം വേറെ കുറേ ഐറ്റംസൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്യാറുണ്ട്. വെജിറ്റബിൾസ് എല്ലാം എന്തെങ്കിലുമൊക്കെ കൂടുതൽ വന്നു കഴിഞ്ഞാൽ അതെല്ലാം വെച്ചിട്ട് ഇതേപോലെ അച്ചാറിട്ട് വയ്ക്കാറുണ്ട്. പിന്നെ ലാസ്റ്റ് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞിട്ട് വിനാഗിരിയും കൂടെ അതിലേക്ക് ആഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ച് നാൾ നന്നായിട്ടിരിക്കും. ഉണക്കമാങ്ങയിൽ വിനാഗിരി ഇട്ട അച്ചാറാണ് കേട്ടോ. അങ്ങനെ പിന്നെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ മാർക്കറ്റിലേക്ക് പോകാൻ ഇറങ്ങിയിട്ടാണ്. ഞാൻ ചേട്ടനും കൂടെ മാർക്കറ്റിൽ പോകണേ. നൈറ്റ് ആയതുകൊണ്ട് ഞാൻ വീഡിയോസൊന്നും അവിടെ നിന്ന് എടുത്തില്ലായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ മാർക്കറ്റിൽ പോയി തിരിച്ചു വന്നു. അത്യാവശ്യം കുറേ അധികം പച്ചക്കറികൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അവർ ഒന്ന് മതി എന്ന് പറഞ്ഞാൽ കുറേ അധികം നമുക്ക് ഇങ്ങോട്ട് ഇട്ട് തരും കേട്ടോ. അങ്ങനെയാണ് ഈ മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് അത് തീർക്കും കൂടെ വേണമല്ലോ. അപ്പോൾ അതിനും കൂടെ വേണ്ടിയിട്ടാണ് അങ്ങനെ അവരിട്ട് തരുന്നത്. പിന്നെ എല്ലാം വേറെ വേറെ കവറിലാക്കി തന്നെയാണ് നമുക്ക് തരുന്നത്. അത് കാരണം തന്നെ നമുക്ക് എടുത്തു വയ്ക്കാനൊക്കെ കുറച്ച് എളുപ്പമാണ് കേട്ടോ. ആ കവർ അങ്ങനെ നമ്മൾ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കേണ്ട ആവശ്യമുള്ളൂ. ചിലത് മാത്രം കൂടുതലുണ്ടെങ്കിൽ മാത്രമാണ് സെപ്പറേറ്റ് നമ്മൾ കൊണ്ടുപോകുന്ന സഞ്ചിയിലോ കവറിലോ തരിക. ബാക്കി എല്ലാവരും കുറേ കവറുകളിൽ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എടുത്തു വെക്കാനും ഒക്കെ എളുപ്പമാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ സെപ്പറേറ്റ് കൊണ്ടുവരുന്നതൊക്കെ ഇവിടെയുള്ള പച്ചക്കറി കവറുകളിൽ നമ്മൾ ആക്കിയിട്ട് വെക്കുകയും അതുപോലെ ഒരു ഇടിച്ചൊക്കെ ഞാൻ വേണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവർ 2 എടുത്ത് തന്നോട്ടാ. അങ്ങനെയാണ് കുറേ അധികം നമുക്ക് വാങ്ങിക്കാം, ആവശ്യമുള്ളത് നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെ
അപ്പോൾ എല്ലാ വെനസ്ഡേയ്സിലുമാണ് ഞാൻ പച്ചക്കറി മേടിക്കാനായിട്ട്. പിന്നെ നമ്മൾ ഒരു വെനസ്ഡേ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരുപാട് കിട്ടുന്നത് കൊണ്ട് തന്നെ നമ്മൾ അടുത്ത ആഴ്ച ആകുമ്പോഴത്തേക്കും കുറേ അധികം ഉണ്ടാവും കേട്ടോ. പിന്നെ നമ്മൾ ഇതേപോലെ ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ വീണ്ടും നമ്മൾ എന്തെങ്കിലുമൊക്കെ മേടിക്കുമല്ലോ. അങ്ങനെ പച്ചക്കറികൾക്ക് ക്ഷാമമൊന്നുമില്ല, നിറയെ പച്ചക്കറി ഇങ്ങനെ മേടിക്കും കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കും. ഇതാ ചെറിയുള്ളിയാണ് ഒരു കവറ്, പിന്നെ ഇതാ പച്ചമുളക് ഒരു കവറ്, അങ്ങനെ നമ്മൾ കുറേ നമുക്ക് ഐറ്റംസ് കിട്ടും കേട്ടോ. അങ്ങനെ ഇത്തവണയും എന്താ മാർക്കറ്റിലൊക്കെ പോയി വന്നിട്ട് എല്ലാം ഞാൻ ഫ്രിഡ്ജിലേക്ക് കയറ്റുവാണ് കേട്ടോ. ആവശ്യമുള്ളത് മാത്രം മിക്കവാറും തന്നെ തലേ ദിവസം തന്നെ പച്ചക്കറി വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് വെക്കാറുണ്ട്. വളരെ ഈസി ആയിട്ട് രാവിലെ കുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തും അങ്ങനെ തന്നെയാണ്. രാവിലെ നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈവനിങ് തന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെക്കും കേട്ടോ. അങ്ങനെ എല്ലാം നമ്മളിതാ ഫ്രിഡ്ജിലേക്ക് കയറ്റി വെച്ചു. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ഇന്നത്തെ ഒരു ഈവനിങ് എന്ന് പറഞ്ഞാൽ. സ്നാക്സും ഗാർഡനിങ്ങും പിന്നെ ഇതാ മാർക്കറ്റിൽ. പിന്നെ ആക്ച്വലി ഈ വീഡിയോ എടുക്കുമ്പോൾ ഞാനത് സൗണ്ട് ഇടുന്നത്, അതായത് ഡബ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡാൻസ് ക്ലാസ്സിൽ വെച്ചാണ്. അവിടെ ഹസ്ബൻഡ് ഡാൻസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റേതായ ഇടയിലുള്ള സൗണ്ടുകളൊക്കെ കയറി വരുന്നുണ്ടെന്ന് തോന്നുന്നു അവർ ക്ലാസ് എടുക്കുന്നതിൻ്റെ. അപ്പോൾ അത് നിങ്ങൾ ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു ഈവനിങ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ. ടാറ്റ ബൈ ബൈ, സീ യു.